ഇപ്പോൾ വന്നൊരു അപകട വാർത്തയിലേക്ക് പോവുകയാണ്. കോതമംഗലം അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ അപകടം, നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. താൽക്കാലിക ഗാലറി ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി ചേരുന്നത്. അലി, നിരവധി ആളുകൾ ഉണ്ടായിരുന്നോ? എന്താണ് സംഭവം? പരിക്കേറ്റ ആളുകളുടെ സ്ഥിതി എന്താണ്? അപർണ, അല്പസമയം മുമ്പാണ് കോതമംഗലം അടിവാട് ഈ അപകടം ഉണ്ടാകുന്നത്. അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയായിരുന്നു. കുറച്ച് ദിവസമായി ഈ ടൂർണമെന്റ് നടന്നു വരികയാണ്. ഇതിനിടെയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഈ ഗാലറി തകർന്നു വീണ അപകടം ഉണ്ടാകുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. താൽക്കാലിക ഗാലറിയാണ് തകർന്നു വീണത്. ഇത് മുള കൊണ്ട് നിർമ്മിച്ചൊരു താൽക്കാലിക ഗാലറി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. 4000-ഓളം ആളുകൾ കളി കാണാൻ ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വലിയ പരിക്കുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സമീപത്തെ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഗാലറി തകർന്നു വീഴുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ തിക്കും തിരക്കിലും ആണ് ചില ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ കോതമംഗലം അടിവാട് കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ടൂർണമെന്റ് നടന്നു വരികയാണ്. ഏകദേശം അതിന്റെ സമാപനത്തോട് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്കും ആരോഗ്യ വിവരങ്ങളും സംബന്ധിച്ച വിവരം ആശുപത്രിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഈ നാട്ടുകാരും അതുപോലെ തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ സമീപത്തുണ്ടായിരുന്നവരും എല്ലാം ചേർന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ മുള കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറി ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അവിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് കൂടുതലും പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും. അലി, സ്വാഭാവികമായും സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്, അവധിക്കാലമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, പ്രതീക്ഷിച്ചതിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പരിക്ക് എത്രമാത്രം ഗുരുതരമാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കാരണം കോതമംഗലമാണ്, സമയമെടുക്കും വിവരങ്ങൾ അറിയുന്നതിന്. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, 4000-ഓളം പേര് ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ഗാലറിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും അപർണ പറഞ്ഞതുപോലെ വെക്കേഷൻ സമയമായതിനാൽ തന്നെ കുട്ടികളും എല്ലാമായി വലിയ ആൾക്കൂട്ടം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തടിച്ചുകൂടുന്നുണ്ട്. സാധാരണഗതിയിലെ ടൂർണമെന്റുകളുടെ തിരക്കല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വലിയ ജനക്കൂട്ടമായതിനാൽ തന്നെ ഈ താൽക്കാലിക ഗാലറി ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ് അപകടത്തിൽപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേരെ ആശുപത്രിയിലേക്ക് ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. നിലവിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപർണ, അലി, എത്രമാത്രം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? പരിക്ക് പറ്റിയ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി എന്താണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായോ? അപർണ, വലിയ ജനക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വശത്തെ സ്റ്റേഡിയം മറിഞ്ഞു വീണപ്പോൾ മറ്റു വശങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. സ്വാഭാവികമായും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. നാട്ടുകാരും ഇതിന്റെ സംഘാടകരും എല്ലാം ചേർന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ ജനക്കൂട്ടമാകുമ്പോൾ സ്വാഭാവികമായും സ്റ്റേഡിയം തകർന്നു വീഴുമ്പോൾ ഇതിന് അടിയിൽ പെട്ടൊക്കെയാണ് ആളുകൾക്ക് സാധാരണഗതിയിൽ പരിക്കേൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാരണം 4000-ലധികം ആളുകൾ ഉണ്ടായിരുന്ന ഒരു ടൂർണമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയം ഒരു വശത്തേക്ക് മറിഞ്ഞു വീണപ്പോൾ ഈ താഴെ ഇരുന്ന ആളുകളുടെ മുകളിലേക്കാണ് മുകളിൽ നിന്നും ആളുകൾ വന്ന് പതിച്ചത്. അതുകൊണ്ട് തന്നെ അപകടം ഈ തിക്കിലും തിരക്കിലും അടിയിൽപ്പെട്ട ആളുകൾക്കാണ് കൂടുതൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇവരുടെ വലിയ ഗുരുതരമായ പരിക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വിവരം ലഭിക്കുന്നില്ല. പക്ഷെ പരിക്കേറ്റിട്ടുണ്ട് ആളുകൾക്ക്. നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. കാരണം ഈ പ്രദേശത്ത് വലിയ ആളുകൾ ജനക്കൂട്ടം തന്നെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നെന്ന് സമീപത്തുണ്ടായിരുന്നവരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച പരിക്ക് സംബന്ധിച്ച ഒരു വ്യക്തത കൃത്യമായി ലഭിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസിൽ മറ്റ് വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റ് ആണ്. വലിയ ജനക്കൂട്ടം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളും പല പ്രായത്തിലുള്ള ആളുകളും എല്ലാവരും തന്നെ ഈ പരിക്കേറ്റവരിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഇതിൽ നിന്നും ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് ഇവർക്ക് എത്രമാത്രം പരിക്കേറ്റിട്ടുണ്ട്, എന്താണ് നിലവിൽ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും. നമ്മൾ പോലീസുമായി ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്, ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഈ രാത്രി വൈകിയ സമയത്താണ് ഈ ടൂർണമെന്റ് നടന്നുകൊണ്ടിരുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു വശം, താൽക്കാലികമായി പണിതുയർത്തിയ വശം ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഇതിനടിയിൽപ്പെട്ട ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപർണ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോതമംഗലം അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് ഗാലറി തകർന്നു വീണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനം പ്രദേശത്ത് തുടരുകയാണ്. പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പരിക്ക് എത്രമാത്രം ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും താൽക്കാലികമായി നിർമ്മിച്ച ഗാലറിയാണ് ഒരു വശത്തേക്ക് മറിഞ്ഞു വീണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രമാത്രം, ഏകദേശം 4000-നടുത്ത ആളുകൾ പ്രദേശത്ത് ഈ ഗാലറിയുടെ സമീപത്തായി ഉണ്ടായിരുന്നു. സെവൻസ് ഫുട്ബോൾ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു എന്നത്
തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിന്റെ ആഘാതം, അതിന്റെ തീവ്രത എത്രമാത്രമുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമാണ് പ്രദേശത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം തീവ്രമാണ് ഇതിന്റെ ഒരു ആഘാതം എന്നതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അലി, നിലവിലൊരു വിവരമനുസരിച്ച്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആളുകളെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നത്? നാട്ടുകാരും ഒപ്പം പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ലഭ്യമായ വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, തീർച്ചയായും ഈ സ്ഥലത്ത് തന്നെ ആംബുലൻസും സംവിധാനങ്ങളും ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത്. ആംബുലൻസിൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഈ ആശുപത്രി സെന്റ് ബസേലിയസ് ആശുപത്രിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ബസേലിയസ് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 15ഓളം ആളുകളാണ് ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ഈ വലിയൊരു അപകടം എന്ന നിലയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന സത്യത്തിൽ അത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 15ഓളം പേരെ ബസേലിയസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിലാർക്കും വലിയ ഗുരുതര പരിക്കുകൾ ഉള്ളതായിട്ടുള്ള വിവരം നിലവിൽ ലഭിക്കുന്നില്ല. അതിലൊരു വ്യക്തത ആശുപത്രിയിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തി. അതുപോലെ തന്നെ ഈ നാട്ടുകാരും സംയുക്തമായി ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. 15ഓളം പേര് ഇപ്പോൾ ബസേലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇവരുടെ എണ്ണം അലി അവിടേക്ക് എത്തൂ. ഇപ്പോൾ അടിവാട് പഞ്ചായത്തിലെ ഒരു പ്രതിനിധി, വൈസ് പ്രസിഡന്റാണ് അബ്ബാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സെവൻസ് ഫുട്ബോളിനിടെയാണ് അപകടം ഉണ്ടായത്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ചെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്താണ് പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ? കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടോ? ഒരു 10-20 പേർക്കെങ്കിലും പരിക്കുണ്ട്. കാര്യമായ പരിക്കുകളല്ല, കാല് കൈക്കുള്ള പരിക്കുകളാണ്. സീരിയസ് ആയ പരിക്കുകളൊന്നുമില്ല. എല്ലാവരും സ്വകാര്യ ആശുപത്രിയിൽ കോതമംഗലത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ എല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ട്. മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും ഇപ്പൊ കൃത്യമായ റിപ്പോർട്ട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. എങ്കിലും സീരിയസ് ആയ പരിക്കുകളൊന്നും ഇല്ല എന്നിപ്പോ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓക്കെ അബ്ബാസ്, ഇതെന്താണ്, ഗാലറി തകർന്നതാണോ? എങ്ങനെ ആൾക്കൂട്ടം കൊണ്ട്? ഗാലറി ടെമ്പററി ഗാലറിയാണ്, താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ഗാലറിയാണ്. അത് ഇന്ന് ഫൈനൽ മത്സരമായിരുന്നു. ആളുകൾ ധാരാളമായിട്ട് കാണാൻ, ഫുട്ബോൾ പ്രേമികൾ കൂടുതലുള്ള നാടാണ്. അതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും തകർന്നത് എന്നാണ് ആദ്യത്തെ നമ്മുടെ നിഗമനം. ശരി, വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കോതമംഗലം അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ അപകടമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം എന്തായാലും തുടരുകയാണ്. താൽക്കാലികമായി കെട്ടിയുയർത്തിയ ഗാലറിയാണ് ഒരു വശത്തേക്ക് മറിഞ്ഞ അപകടമുണ്ടായതെന്നാണ് അലി അക്ബർ ഷാ റിപ്പോർട്ട് ചെയ്യുന്നത്.